ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതായത് സ്റ്റിക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്. അതായത് സ്റ്റിക്ക് നമ്മൾ ഈ റിസ്റ്റിലിട്ടിട്ട് കറക്കുന്ന പല രീതിയിൽ കറക്കുന്ന സംഗതികൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് അതായത് ഇൻട്രോയിൽ കണ്ട അല്ലേ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള ആ ഒരു മെത്തേഡ് അതെങ്ങനെയാണ് കറക്കുക എന്നുള്ളതാണ്. ഓക്കെ, പല ആളുകളും വീഡിയോസ് അയച്ചു തന്നിട്ട് ചോദിച്ചൊരു സംഗതിയാണ്. ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക, സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെയിറ്റ്ലെസ് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, വെയിറ്റ്ലെസ് ഉപയോഗിക്കാതിരിക്കുക. കാരണം വെയിറ്റ്ലെസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയറിൽ നിൽക്കാത്ത അതായത് ബാലൻസ് പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിക്കാം. കഴിയുന്നതും ചൂരൽ പോലെയുള്ള സ്റ്റിക്ക് ഉപയോഗിക്കുക. ഓക്കെ, കഴിയുന്നതും ഇതിൻ്റെ അകലും തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഏകദേശം കണ്ടില്ലേ നമ്മളെ ഹൈറ്റിൽ കറക്റ്റായിട്ടുള്ള ഒരു സംഗതി എടുക്കുക. ഓക്കെ, ഹൈറ്റിൽ കറക്റ്റായിട്ട് ഇതിപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോയിലും തന്നെ ചെറിയൊരു സ്ലോവിങ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് വളരെ പെട്ടെന്ന്, കാരണം ഇതൊരു ബാലൻസ് കിട്ടണമെങ്കിൽ കുറച്ച് ലെങ്ത്തും കൂടി വരണം. ഓക്കെ, ഓവർ ലെങ്ത് അല്ല ഞാൻ പറഞ്ഞ ആ കറക്റ്റ് രീതിയിൽ. ഓക്കെ, അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പല ആളുകളും പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ചെറിയ ഒരു സ്റ്റിക്ക് കൊണ്ടും ചെയ്യാൻ പറ്റും. വലിയ ഇതിലാറ് നമുക്ക് ഹൈറ്റിലുള്ള സ്റ്റിക്ക് കൊണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അത് നമുക്ക് ആത്മവിശ്വാസം അല്ലേ, ആത്മധൈര്യം കൊടുക്കുക. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നടക്കില്ല എന്നുള്ളത് തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നോളുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് കുറേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ ബോഡി കൂടി തന്നെ ശരിക്കും എന്ത് ചെയ്യുക, ഇത് ഒഴുകിയിട്ട് വരും ഈ സ്റ്റിക്ക്. കാരണം ഈ റിസ്റ്റിനൊക്കെ കറക്റ്റായിട്ട് നമുക്കുള്ള ഒഴുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ എത്തുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യാറ്. ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക. ഇതിപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിക്ക് സെൻറ്ററിൽ പിടിക്കാതിരിക്കുക. ഓക്കെ, സെൻറ്ററിൽ പിടിക്കാതിരിക്കുക. കാരണം സെൻറ്ററിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഇത് ബാലൻസ് പോയിട്ട് നമ്മൾ ഈ ലെങ്ത്ത് ഇവിടെ ഈ ഭാഗം കൂടുമ്പോൾ പെട്ടെന്ന് താഴെ വീഴാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ കണ്ടില്ലേ സൈസ് ഇടുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. അത് നമ്മൾ കണ്ടില്ലേ ഈ ഫിംഗർ മുകൾക്ക് വരുന്ന രീതിയിൽ, ഈ രീതിയിലല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫിംഗർ ഉണ്ടല്ലോ, ഈ ഫിംഗർ ഇങ്ങനെ കൂട്ടിപ്പിടിക്കരുത്. ഇങ്ങനെ ആദ്യം ഫസ്റ്റിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട ഈ തമ്പ് ഫിംഗർ തള്ള വിരൽ നമ്മൾ എന്ത് ചെയ്യണോ ഇതിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ആരും നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് തരില്ല. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ട ഇവിടെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇനി ഇതിലാണ് ഇത് കറങ്ങുന്നത്. കണ്ട, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. കണ്ട, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് ഇങ്ങനെ ഇട്ടെടുത്ത് വെക്കുക. ഓക്കെ, ഈ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇത് താങ്ങിയിട്ട് എന്താണ് ഇതിങ്ങനെ കൊടുത്തിട്ട് കണ്ട ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ചെയ്യുക. ഇത് ഇവിടെ അവിടെ തന്നെ കണ്ട അതിലിതിങ്ങനെ കറക്റ്റായിട്ട് വരും സംഗതി. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. നല്ല സ്പീഡാക്കി കൊടുക്കുക. കണ്ട, എത്രത്തോളം സ്പീഡാക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡാക്കുക. ഈ സ്പീഡാക്കിയതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. കണ്ട, സ്പീഡാക്കിയതിന് ശേഷം അതായത് നിങ്ങളിങ്ങനെ നല്ല സ്പീഡാക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. കണ്ട, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇതിടുന്നത്. ഓക്കെ, അപ്പോൾ ആ ത്രോയിങ് ചെയ്യുന്നത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല ഇത് എറിയുന്നത്. ഓക്കെ, അങ്ങനെ എറിയുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് കണ്ട വെല്ലിട്ട് കൊടുക്കുക. അതായത് വൺസ് അഗൈൻ സ്ലോവിൽ കാണിക്കുക. കണ്ട, അങ്ങനെ വന്നതിന് ശേഷം വെല്ലിട്ട് കൊടുക്കുക. അപ്പോൾ വെല്ലിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് പോകും, സൈഡിലേക്കൊക്കെ പോകും, പല രീതിയിലും പോകും. ഓക്കെ, മൈൻഡ് പോകാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആ പോകുന്ന സമയത്ത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ നിന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ ഈ ത്രോയിങ് പഠിക്കുക. അങ്ങോട്ട് പോകാതെ നമ്മൾ കൈയിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സംഗതിയിൽ നമുക്കത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഒന്നും കൂടി പറയാം. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കണ്ട വളരെ ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. വൺസ് അഗൈൻ നമ്മളിത് തിരിച്ചിട്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്.
കണ്ടാ ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഇത് എത്രത്തോളം ഇതിപ്പോൾ ഒരു സ്റ്റെപ്പേ കയറുന്നുള്ളൂ. ആദ്യം കണ്ടാ ഇത് ആദ്യം ഇങ്ങനെ വെല്ല ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, കൂടുതൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. ഇതേപോലെ വീഴും, ആരെടുത്തും വീഴും. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കുറേ സമയത്ത് ഒന്നും വീഴില്ല കറക്റ്റായിട്ട്. അപ്പോൾ ആദ്യം പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മുകൾക്ക് ഇട്ട് കൊടുക്കുക. മുകൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് പോറും, ഇങ്ങോട്ട് വരുന്ന അങ്ങനെയൊക്കെ പിടിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. പിന്നെ ഇത് വെയിറ്റ്ലെസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടാ ഇത് നിങ്ങൾ ആ കറക്റ്റ് തന്നെ നിങ്ങൾക്ക് വരും. എത്ര ഹൈറ്റിൽ ഇട്ട് കൊടുക്കുക, എത്ര എന്ത് ചെയ്യുക, കണ്ടാ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കും ചെയ്യാം. കണ്ടില്ലേ, ആ രീതിയിൽ തന്നെ വരും. എൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ പോകുന്നുണ്ട്. ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിറ്റ്ലെസ് ആകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ നടക്കില്ല. അപ്പോൾ കുറച്ച് പിന്നെ കനുള്ള ചൂരൽ പോലുള്ള സംഗതികൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിപ്പോൾ 1 ഹാൻഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് 1 ഹാൻഡിൽ നമ്മൾ ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു. കണ്ടാ ഈ കൈ കൊണ്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് അല്ലേ. സെയിം ഹാൻഡ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്തു, സെയിം ഹാൻഡ് കൊണ്ട് പിടിച്ചു. ഇനി അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടാ ഈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിൽ. അതായത് കണ്ടാ ഇങ്ങനെ ഇട്ടിട്ട് ഇതുകൊണ്ട് പിടിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മൾ ഇതുകൊണ്ട് തന്നെ ക്യാച്ച് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, കണ്ടാ ഇതുകൊണ്ട് പിടിക്കുക. ആ സമയത്ത് നമ്മൾ താഴെ വീകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നല്ല പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ ഇത് നമ്മൾ കോൺസെൻട്രേഷൻ പോവുകയാണ്. കാരണം ക്യാമറ അല്ലേ, ക്യാമറയ്ക്ക് മുന്നിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും തോന്നുക എന്നുള്ളൊരു അല്ലേ, അങ്ങനെയുള്ള സംഗതികൾ കൊണ്ടാണ് നമുക്കത് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നോക്കുക നല്ല രീതിയിൽ കണ്ടില്ലേ. അപ്പോൾ സെയിം ഹാൻഡ് കൊണ്ട് നമ്മൾ ക്യാച്ച് ചെയ്തു, അതുപോലെ തന്നെ കണ്ടാ ഇതുകൊണ്ട് പിടിക്കുക. ഇതുകൊണ്ട് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതുകൊണ്ടും അതുപോലെ തന്നെ കണ്ടാ കറക്കുക. അതായത് ഇതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതുകൊണ്ടും നമുക്കിങ്ങനെ ക്യാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, ഇതുകൊണ്ട് ചെയ്യുക, ഇതുകൊണ്ട് ക്യാച്ച് ചെയ്യുക, ഇതുകൊണ്ട് എറിയുക, ഇതുകൊണ്ട് ക്യാച്ച് ചെയ്യുക, ഇതുകൊണ്ട് എറിഞ്ഞിട്ട് ഇതുകൊണ്ട് ക്യാച്ച് ചെയ്യുക. കണ്ടില്ല, ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം ഹാൻഡ് കൊണ്ട് ചെയ്യുക, കണ്ടാ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് 2 കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഹാൻഡ് കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ക്യാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും അതുപോലെ തന്നെ ഒന്നുകൊണ്ട് ത്രോ ചെയ്തതിന് ശേഷം മറ്റുകൊണ്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രം കാണരുത്. നിങ്ങൾ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സംഗതി. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സഹകരണമാണ്. അതായത് നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എന്നാലും നമുക്കിതൊരു ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്റ്റിക്ക് ട്യൂട്ടോറിയൽ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.